ഹലോ, ഡോക്ടർ ആഷിഖാണ്. ഡോപ്പയിൽ നിന്നാണ്. നമ്മുടെ നീറ്റ് 2025 നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ എക്സാക്ട്ലി ഞാൻ സമയം നോക്കുമ്പോൾ 3:30 ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. 5 മണിക്കേ തീരുള്ളൂ. എനിക്ക് ഈ എക്സാമിന്റെ കട്ട് ഓഫ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫിക്കൽട്ടി ലെവല്, അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഞാന് വിചാരിച്ചിരുന്നു 2 ദിവസം മുന്നേ തന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ വെച്ചാല് 2 ദിവസം മുന്നെയോ പോട്ടെ 2 മണിക്കൂർ മുന്നേ തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ തന്നെ പല കുട്ടികളും ഈ സാധനം കാണാനും ഇത് വെച്ചിട്ട് ബയാസ്ഡ് ആയിട്ട് എക്സാം ഹാളിൽ ബിഹേവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് ആ റെസ്പോൺസിബിലിറ്റി മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇതുവരെ ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്ക് ഈ എക്സാം തീരുന്ന സമയത്തിന് മുന്നേ തന്നെ ഇതൊന്ന് റിലീസ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. കാരണം നമ്മള് ഈ വർഷത്തെ എക്സാം പാറ്റേണിലുണ്ടായ ചേഞ്ച്, പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ NTA-യുടെ നീറ്റ് എക്സാം നടത്തിയപ്പോഴുണ്ടായ സംഭവവികാസങ്ങൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് എന്തായിരിക്കും നീറ്റ് എക്സാം? വാട്ട് വിൽ ബി ദ കട്ട് ഓഫ് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ്. വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഓൾ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എന്തായിരിക്കും കട്ട് ഓഫിന് സംഭവിക്കുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് 100% എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം കട്ട് ഓഫ് താഴാൻ നല്ല സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാരണം നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കട്ട് ഓഫ് ആയിരുന്നു 2024 നീറ്റിലുണ്ടായിരുന്നത്. കേരളത്തിൽ 675, 676 മാർക്ക് മേടിച്ച കുട്ടികൾക്ക് വരെയാണ് ലാസ്റ്റിൽ ഒരു ജനറൽ കോട്ടയിൽ നമുക്ക് എവിടെ കിട്ടിയിട്ടുള്ളൂ, കേരള ഗവൺമെന്റ് MBBS കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ലൈക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജോ ഇടുക്കിയോ കോന്നിയോ ഒക്കെ കിട്ടിയ കുട്ടികളുടെ മാർക്കാണ് 676 അല്ലെങ്കിൽ 675 എന്ന് പറയുന്ന മാർക്ക്. അത് ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലൊരു കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ 100% ആ കട്ട് ഓഫ് അതിന്റെ താഴെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടും കഴിഞ്ഞ 10-12 വർഷമായി നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയും നീറ്റ് കുട്ടികളെ കോച്ച് ചെയ്യുകയും മെന്റർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടും നമ്മളുടെ ഒരു ഗട്ട് ഫീലിങ്സ് എന്ന് പറയില്ല, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങൾ. അപ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം. പക്ഷെ എനിക്കിത് തുടക്കത്തിലേ പോസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, 200 ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന നമ്മളുടെ എക്സാം, 20 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന നമ്മളുടെ എക്സാം 180 ചോദ്യങ്ങളാക്കി കുറച്ചു എന്നുള്ളതാണ്. രണ്ട് എഫക്റ്റാണ് ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിൽ തന്നെ 14 ക്വസ്റ്റ്യൻസോളം വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലെവൽ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന പോലത്തെ 14 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ അനാലിസിസിൽ. പക്ഷേ ഈ 14 ഇതിൽ 11 ക്വസ്റ്റ്യൻ സ്കിപ്പബിൾ ആയിരുന്നു. അതായത് ഒരു കുട്ടി ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച ആ കുട്ടിക്ക് ഒഴിവാക്കിയിട്ട് പകരം മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 3 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ തന്നെ 720 എന്ന് പറയുന്ന ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം അത്രയധികം. ഇനീഷ്യലി 67 പേരോളം, പിന്നെ 19 പേരോളം ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഇത്തവണ 180 ചോദ്യം, അത് മാൻഡേറ്ററി ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 10-14 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, 180 കേട്ടോ ഞാൻ പറയുന്നത്, 10-14 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ എന്തായാലും ഉണ്ട്. അത് അറ്റംപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 720 വാങ്ങുന്ന ആളുകളുടെ എണ്ണം കുറയും. അതിന് മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് 720 അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാൾക്ക് 720 എന്നൊക്കെ പറയുന്നത് പോലെ ആവാനും. എൻ്റെ ഒരു മനസ്സിൽ പറയാണ്, ഒരു 90% സമയത്തും ആർക്കും 720 ഒന്നും ഇല്ല, ഒരു 716 ഒക്കെ ഒരു ഓൾ ഇന്ത്യ ടോപ്പർ വരുന്ന തരത്തിലുള്ള ഒരു പിക്ചർ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് കേരള ടോപ്പേഴ്സ് മാർക്കും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ ഒരു 716, 715, 710, 705 ഒക്കെ കേരള ടോപ്പർ വരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഇതിനെ തന്നെ അഫക്ട് ചെയ്യുന്ന ഈ മാർക്ക്, കുട്ടികളുടെ മാർക്ക്, ടോട്ടൽ മാർക്ക് കുറയാൻ കാരണമാകുന്ന മറ്റൊരു ഫാക്ടർ ടൈം ഫാക്ടറാണ്. കാരണം 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 200 ക്വസ്റ്റ്യന് 200 മിനിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറും 20 മിനിറ്റും ആയിരുന്നു പരീക്ഷ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും 200 ക്വസ്റ്റ്യൻ വായിക്കണ്ടേ എന്നുള്ള കാര്യം. പക്ഷെ നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട്, നല്ല രൂപത്തിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്ത, ഈ 1ാം റാങ്ക് വാങ്ങാൻ താല്പര്യമുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ തന്നെ തീരുമാനിക്കാം ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. അത് ആ കുട്ടി ഹാർഡ്ലി വിൽ ടേക്ക് 5 സെക്കൻഡ്സോ 10 സെക്കൻഡ്സ് എടുക്കുള്ളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണെന്ന് ഒരു 5-10 സെക്കൻഡിൽ കുട്ടിക്ക് ഡിസൈഡ് ചെയ്തിട്ട്, ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു 10 സെക്കൻഡ് ഉപയോഗിച്ച് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 20 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി ഏകദേശം 200 സെക്കൻഡ്, 3.5 മിനിറ്റ് സമയമായിരിക്കും കുട്ടി എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ 20 മിനിറ്റിൽ 3.5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ തന്നെ കുട്ടിക്ക് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള സമയം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഏകദേശം ഒരു 16 മിനിറ്റോളം അല്ലെങ്കിൽ 17 മിനിറ്റോളം സമയം തന്നെ ആ കുട്ടിക്ക് മറ്റ് ക്വസ്റ്റ്യനുകൾ, അതായത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അധികം കിട്ടുന്ന സമയം ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻസോ അങ്ങനെ വരുന്ന ഒരു 3 മണിക്കൂർ 20 മിനിറ്റ് എന്നുള്ള സമയമില്ല. കറക്റ്റ് 3 മണിക്കൂർ തന്നെയാണ് അവിടെ സമയം വരുന്നിട്ടുള്ളതെന്ന് എന്ന് പറയുമ്പോൾ സമയത്തിന്റെ കാര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ച് എഫക്റ്റീവ് എക്സാം എഴുതാൻ അവൈലബിൾ ആവുന്ന എഫക്റ്റീവ് ടൈമിൽ ഒരു കുറവ് വന്നതുപോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഞാൻ ഈ വീഡിയോ നേരത്തെ റിലീസ് ചെയ്യാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ഈ ഒരു പോയിന്റ് ആണ്. കാരണം ഈ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എക്സാം ഹാളിൽ
പാനിക് ആവുമോ, അവർ കുറച്ചും കൂടി സ്പീഡിൽ എഴുതിയിട്ട് ടെൻഷനിലായി പോകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ്. 2.25 മണിക്കൂറിലാണ് കുട്ടികളെ എക്സാം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ ഇത് ഒരു അനാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഈ പറയുന്ന ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയത് വെച്ചിട്ടും ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ തന്നിരുന്ന അഡീഷണൽ ടൈം റിമൂവ് ചെയ്തത് വെച്ചിട്ടും കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടിയും വരും. അതിന് എക്സ്ട്രാ ടൈം ഒന്നും ഇല്ല എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു സ്ക്യൂയിങ് ഒരു കുറച്ചും കൂടി ഒന്ന് ഞെക്കി പിഴിയുന്ന പോലത്തെ സാധനത്തിൽ വന്നിട്ട് കുട്ടികളുടെ മാർക്ക് കുറയും എന്നുള്ളതാണ് സാധനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം ഓഫ് കോഴ്സ് നമ്മളെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് 4ാമത്തെ റൗണ്ട് സ്ട്രേ വേക്കൻസി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒറിജിനലി എത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് മനസ്സിലാവുക. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ തന്നെ നീറ്റ് എക്സാം പല വെബ്സൈറ്റുകളിലും പല സ്ഥലങ്ങളിലും പല ആളുകളും ഇപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് നമ്മുടെ ഒരു അനാലിസിസിന്റെ ബേസിസിലുള്ള പ്രിഡിക്ഷൻസ് ആണ്, ഈ പ്രവചനങ്ങളാണ് നടത്തുന്നുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഈ 20 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തുമ്പോൾ കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു അഡീഷണലി തെറ്റാൻ സാധ്യതയുള്ള ഒരു 10 ചോദ്യം അല്ലെങ്കിൽ 15 ചോദ്യം അഡീഷണലി ജനറലി ഒരു പോപ്പുലേഷൻ കേട്ടോ, ഓൾ ഇന്ത്യയിൽ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ഒരു 10-15 ചോദ്യങ്ങൾ അധികമായിട്ട് തെറ്റാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കട്ട് ഓഫ് ഒരു 50 മുതൽ 60 മാർക്ക് വരെ താഴേക്ക് ഇപ്പോൾ വരും എന്നുള്ളതാണ് ഒരു പ്രഡിക്ഷൻ ഉള്ളത്. 50 to 60 മാർക്ക് താഴേക്ക് വരും എന്നുള്ളതാണ് പ്രഡിക്ഷൻ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ശരിയാവുകയാണെങ്കിൽ വളരെ സന്തോഷം. ഇനിയിപ്പോൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് ഇത് മാറ്റി പറയാം എന്നുള്ളൊരു സാധനത്തിലാണ് നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ 676 മാർക്ക് മേടിച്ച കുട്ടിക്ക് കഴിഞ്ഞാൽ കേരളത്തിൽ ലാസ്റ്റ് സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഒരു 626 മാർക്ക് മേടിച്ച കുട്ടി അല്ലെങ്കിൽ ഒരു 620 മാർക്ക് മേടിച്ച കുട്ടിക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. ഇനി ഓൾ ഇന്ത്യ കട്ട് ഓഫും കേരള കട്ട് ഓഫും തമ്മിലൊരു ബന്ധമുണ്ട്. അത് 20 മാർക്ക് താഴെയായിരിക്കും യൂഷ്വലി. എപ്പോഴും കാണുന്നതാണ് 20 മാർക്ക്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ 676 ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 675 ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ 655 കിട്ടിയ കുട്ടിക്ക് ഓൾ ഇന്ത്യയിൽ കട്ട് ഓഫ് തീർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ തവണ ഒരു 625 ഒക്കെ മീഡിയൻ ആയിട്ട്, അപ്പോൾ ഞാൻ പറയുകയാണ് 620-ഉം 630-നും ഇടയിലുള്ള ഒരു കുട്ടിക്ക് ആയിരിക്കും കേരളത്തിൽ ലാസ്റ്റ് സീറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതൊരു ബാക്കിലേക്ക് പോയാൽ 600-നും 610-നും ഇടയിൽ മാർക്കുള്ള ഒരു കുട്ടിക്ക് ഓൾ ഇന്ത്യയിലും കട്ട് ഓഫ് വരുന്നുണ്ടാവും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു പ്രീ കോവിഡ് എറ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ എക്സാം എഴുതിയ പോലത്തെ ഒരു സമയത്തുള്ള ഒരു സ്ഥാനത്തിലേക്ക് പോകുന്നുണ്ടാവും. 600 എന്ന് പറയുന്ന ഒരു മാർക്ക് ഒരു ഡ്രീം നമ്പർ ആയിട്ട് തന്നെ ഒരു 610 എന്ന് പറയുന്ന ഒരു നമ്പർ ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടാവുന്ന ഒരു സേഫ് നമ്പറായിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് ജസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പരിഗണിക്കുന്നുണ്ടാവും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞില്ല, നമുക്കൊരു ഐഡിയ കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ മുന്നിൽ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. എക്സാമിൻ്റെ അന്ന് എക്സാം കഴിയാൻ ഇനി 1.5 മണിക്കൂർ കൂടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ നമ്പറുകളൊക്കെ ഈ 1.5 മണിക്കൂർ ചിലപ്പോൾ മാറി മറിയും, ഉറപ്പായിട്ടും നല്ല സാധ്യതയുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് നോക്കി അതിനകത്ത് ലെവൽ 1 ക്വസ്റ്റ്യൻസ് എത്ര, ലെവൽ 2 ക്വസ്റ്റ്യൻസ് എത്ര, ലെവൽ 3 ക്വസ്റ്റ്യൻ എത്ര എന്നൊരു പ്രഡിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ലെവൽ 1 ലെവൽ 2ന്റെ എണ്ണം വെച്ചിട്ട് നമുക്കൊരു ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾ മാർക്ക് അറിയിക്കുന്ന അനുസരിച്ചും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ റിസൾട്ടുകളുടെ സൂചനകൾ പുറത്തുവിടുന്ന അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഒരു ഏകദേശം സാധനങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് ഫോർ എ ഡോക്യുമെന്റേഷൻ പർപ്പസ് ഓൺലി. നമ്മളൊരു എന്താ പറയുക, ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അനാലിസിസിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. മാറുന്നുണ്ടാവും എന്നുള്ള കാര്യം വീണ്ടും പറയാണ്. 1.5 മണിക്കൂർ 1.5 hours നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി എനിക്ക് പറയാനുള്ളത് കുട്ടികളോടും രക്ഷകർത്താക്കളോടൊക്കെയാണ്. ഇപ്പോൾ രക്ഷകർത്താക്കളായിരിക്കും ഈ വീഡിയോ ഇനീഷ്യലി കാണുക എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. നമ്മുടെ കുട്ടികൾ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ എത്ര എണ്ണം എഴുതി കിട്ടൂലേ, ഗവൺമെന്റ് കിട്ടൂലേ, എത്ര എഴുതി ഫുൾ അടിക്കൂലേ, നല്ല റാങ്ക് കിട്ടൂലേ, അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കുട്ടി പുറത്തിറങ്ങി വന്നിട്ട് അച്ഛാ നല്ലതായിരുന്നു അച്ഛാ, അമ്മേ നല്ലതായിരുന്നു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇനി കുട്ടി പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം കുത്തി അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കേണ്ട എന്നുള്ള ഒരു തോട്ട് അങ്ങോട്ട്. ഞാനിങ്ങനെ കുട്ടികളുടെ സൈഡിൽ നിന്ന് ഒരു കാരുണ്യത്തിന്റെ ഒരു തോട്ട് മാത്രം വെച്ചിട്ട് മുന്നോട്ട് പറയാണ്. അവർ ഇത്രയും കാലം നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡോപ്പയിലുള്ള കുട്ടികളെ, എസ്പെഷ്യലി ഡോപ്പയിൽ റെസിഡൻഷ്യൽ ബാച്ചുകളിൽ ഇരുന്ന് പഠിച്ച കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവർ രാത്രി പകലാക്കി ഇരുന്ന് പഠിച്ച ആൾക്കാരാണ്. ചോര നീരാക്കി പകലും എന്തുമില്ല, വെയിലും മഴയും സാധനങ്ങളൊന്നും വ്യത്യാസമില്ലാതെ അവർക്ക് അവർക്ക് പനി പിടിച്ചിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. പനി പിടിച്ച് വയ്യാതിരുന്നിട്ട് തന്നെ തലയൊന്നും ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് പുസ്തകത്തിന് മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ പഠിച്ച ആൾക്കാരാണ്. അത്രയും വർക്ക് എടുത്തിട്ടുണ്ട്. അവർ ഏകദേശം ഒരു 10-30,000-ഓളം ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഒരു 100-150 എക്സാമുകൾ നിരന്തരമായിട്ട് എഴുതി പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല സ്ട്രഗിളാണ്. ഓരോ എക്സാമുകൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അത്തരം കാര്യങ്ങൾ ഇതില്ല. ഇനി അവരുടെ ലൈഫിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ചലഞ്ചുകളായിരുന്നു. അല്ലെങ്കിൽ ചലഞ്ച് ഇല്ലാത്തൊരു ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ നാളെ ഒരു എക്സാം ഉണ്ട്, നാളെ ഒരു ചാപ്റ്റർ പഠിക്കണം. നിങ്ങൾ ചാപ്റ്റർ പഠിച്ചാൽ മനസ്സിലാവില്ല. പഠിച്ച ചാപ്റ്ററിന് എക്സാമിന് മാർക്കില്ല. എക്സാം ഭയങ്കര ടൈറ്റ് ആയിരുന്നു. പിന്നെ വീക്ക്ലി അനാലിസിസ് അല്ലെങ്കിൽ മന്ത്ലി അനാലിസിസ് വരുന്നു, വലിയ ഗ്രാൻഡ് എക്സാംസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും ചലഞ്ചുകളും ഓരോ ദിവസം പ്രഷറുകളും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു തീച്ചൂളേൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ തീച്ചൂളേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണ മിനിറ്റാണ് വൈകുന്നേരം 5 മണി എന്ന് പറയുന്ന സമയം. ഈ 5 മണിക്ക് അവർ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇരുന്നിട്ട് എന്തായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും.
അവർ ഇന്ന് പുറത്തിറങ്ങട്ടെ. നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ കുറച്ച് വെള്ളമോ, ഒരു ജ്യൂസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായയോ ഒക്കെ വാങ്ങിക്കൊടുത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി പറയാനാണെങ്കിൽ അത് പറഞ്ഞ് അവരൊന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോട്ടെ. രാവിലെ എണീറ്റിട്ട് നോക്കും. ഉറപ്പായിട്ടും പറയാനുള്ളൊരു കാര്യം ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്യണം. പക്ഷെ അത് ഇന്ന് വൈകുന്നേരം ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കുട്ടികൾ വന്നിട്ട് ഇപ്പോൾ നമ്മളോട് സാർ കീ ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് നിന്ന് കീ വാങ്ങി ചെയ്യുവാണെങ്കിൽ ഓക്കെ. നമ്മൾ ആൻസർ കീ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തിറക്കും. ആൻസർ കീയും അതിന്റെ വിശദമായിട്ടുള്ള ആൻസർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തിറക്കും. കുട്ടികൾ സ്വമേധയാ വന്ന് ആൻസർ കീ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു. അത് തന്നെയാണ്, അത് നല്ല കാര്യമാണ്. അത് ഓക്കെയാണ്. അത് തടയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയാണ് ഞാൻ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ 1 2 ദിവസം കഴിഞ്ഞ് ഒരു 3 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവരൊന്ന് കെട്ടടങ്ങിയതിന് ശേഷം ഇരുന്നിട്ട് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ പറയാണ് വിത്തിൻ ഒരു വീക്ക്, ഒരു വീക്കിന്റെ ഉള്ളിൽ മാത്രമൊക്കെ നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യമില്ലേ എന്തായി നമുക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് ഒരാഴ്ചയിൽ ചോദിച്ചാൽ മതി. ഒരാഴ്ചയിൽ, ഇന്നത്തെ ദിവസം ചോദിക്കേണ്ട, അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളാണ്. അവരോട് പറയാം നമ്മളുടെ വിജയം എന്ന് പറയുന്ന ഒരു സാധനം അത് അൾട്ടിമേറ്റ്ലി നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലോണം പരിശ്രമിച്ച ആൾക്കാർക്ക് വിജയം മാത്രമേ ഉള്ളൂ. അവർക്ക് പരാജയം എന്ന് പറയുന്ന സാധനമില്ല. പരിശ്രമം കുറയുന്നതിനെയാണ് നമ്മൾ പരാജയം എന്ന് പറയുന്നുണ്ടാവുക. അല്ലാതെ നല്ല പരിശ്രമിച്ച് നല്ല പണിയെടുത്തിട്ട് അങ്ങോട്ട് എത്തുന്നതിനല്ല എന്നുള്ളതാണ്. കാരണം അവരെല്ലാവരും വിജയിക്കാനുള്ള ആൾക്കാരാ. എവരിബഡി വിൽ ബി ഭയങ്കര സക്സീഡഡ് ആയിരിക്കും. നമ്മൾ തന്നെ എത്രയോ എക്സാമ്പിൾ ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. നമ്മള് പിന്നെ എന്താ പറയാ മെഡിക്കൽ എൻട്രൻസ് കിട്ടാത്തവരെല്ലാവരും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ അങ്ങനെയല്ല. അതിന് ഒരു ഒരു മിഷൻ മുന്നിൽ വെച്ച് എനിക്ക് എൻട്രൻസ് വേണം എന്നുള്ളൊരു മിഷൻ മുന്നിൽ വെച്ച് മുന്നോട്ട് പോയി അതിന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും വിജയിച്ചവരാണ് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ രക്ഷകർത്താക്കളോടും ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളോടും ഒക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ചാനലിൽ തന്നെ ഇതിന്റെ ബാക്കി ഡിസ്കഷൻസും നീറ്റ് അലോട്ട്മെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. മറ്റെന്തെങ്കിലും കമന്റ് ഞാൻ നടത്തിയ പോലത്തെ പ്രഡിക്ഷൻസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ താഴെ ഇട്ടോ. നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങളുടെ അനാലിസിസും നിങ്ങളുടെ വ്യൂ പോയിന്റും കൂടി നമുക്കറിയാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.